നമ്മുടെ ഈ ആറണം ഫാമിന്റെ അകത്ത് കഴിഞ്ഞുപോയ വർഷങ്ങൾ 5-6 വർഷം കൊണ്ട് 10-14 ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നതും നമ്മൾ വാർത്തയിൽ വായിക്കുന്ന കാര്യമാണ്. നമ്മൾ ഈ മണിക്കടവിൽ ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് നമുക്കൊരു പ്രതിസന്ധിയോ പ്രശ്നമായി ചിലപ്പോൾ തോന്നുന്നുണ്ടാവില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഈ വാർത്തകളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എന്റെ കുടുംബത്തിൽ സംഭവിച്ച ഒരു ദാരുണാവസ്ഥയല്ലല്ലോ. എന്നാല് ഈ മണിക്കടവും കാലാങ്കി പോലെയുള്ള പ്രദേശങ്ങളിൽ ഈ അടുത്ത നാളുകളുണ്ടായ ദാരുണ സംഭവങ്ങൾ നമുക്കറിയാം. കാലാങ്കിലെ വികാരിച്ചൻ ഇവിടെ ഇരിപ്പുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അച്ഛൻ എന്നെ ഫോൺ വിളിച്ച് പറയുകയുണ്ടായി, മണിക്കടവിൽ നിന്ന് വന്ന 6 ആനകൾ ഞങ്ങളുടെ 15 ഏക്കർ ഭൂമിയുടെ കാർഷിക വിളകൾ നശിപ്പിച്ചു. ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഞാൻ എന്നാ ചെയ്യേണ്ടത്? മണിക്കടവിൽ നിന്ന് വന്ന ആന എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്റെ തറവാട്ട് വകയപ്പെട്ട ആന എന്തോ അച്ഛന്റെ പറമ്പിൽ കയറി പിന്നെ കാർഷിക വിളകൾ നശിപ്പിച്ചതുകൊണ്ടാണോ എന്ന് ഞാൻ അച്ഛനോട് തിരിച്ചു ചോദിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, സത്യം പറഞ്ഞാൽ മണിക്കടവിന്റെ തറവാട്ട് വകയായി 5-6 ആനകൾ ഇവിടെയുണ്ട്. ഈ നമുക്കറിയാം, ആനപ്പാറ പ്രദേശത്ത് നമ്മുടെ ജോൺ സാറിന്റെ വീടിന്റെ പുറകില് പിന്നെ ആലുവക്കാരുടെ ഒക്കെ പ്രദേശത്ത് സ്ഥിരമായി 6 ആനകൾ നിൽക്കുന്നുണ്ട്. അതിന്റെ അകത്ത് ഒരു ആനയാണ് കൊലയാളി ആനയായി വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ആന. തീർച്ചയായും ഈ ആനകൾ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ അവിടെ രാത്രിയിൽ ഭവനങ്ങളുടെ പുറകിൽ നിൽക്കുന്നു. വീട്ടിൽ ആളുകൾ ഇറങ്ങി പുറകിൽ നിൽക്കുമ്പോൾ ആനകൾ അവരുടെ തെങ്ങും കവുങ്ങിനെയും ഒക്കെ നശിപ്പിക്കുന്നു. ഇനി ജീവൻ എന്ന് നശിപ്പിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇത്തരത്തിലുള്ള ഭീതിതമായ പ്രശ്നങ്ങൾ മാത്രമല്ല, നമുക്കറിയാം ഈ പ്രദേശം കാട്ടുകുരങ്ങുകളുടെ ശല്യം വളരെ വലുതാണ്. നമ്മുടെ ഉളിക്കൽ പ്രദേശത്ത് ഏകദേശം ഒരു 10-150-ലധികം കുരങ്ങുകളുണ്ട്. നമ്മുടെയൊക്കെ പ്രദേശങ്ങളില് ശാന്തിനഗർ, കാഞ്ഞിരക്കൊല്ലി, മണിക്കടവ്, മാട്ടറ, കാലാങ്കി, ഉളിക്കൽ, പുറവയെ, ഈ നമ്മുടെ ഈ കർണാടക ഫോറസ്റ്റും കേരള ഫോറസ്റ്റും അതിർത്തി പങ്കിടുന്ന ഈ പ്രദേശങ്ങളിൽ ഈ ഇത്രമാത്രം വലിയ കുരങ്ങുകളുടെ ശല്യം. നമുക്കറിയാവുന്ന പോലെ ഈ പ്രദേശങ്ങൾ കാട്ടുപന്നിയുടെ ആക്രമണങ്ങൾ. നമുക്ക് നമ്മുടെ ഒരു കാലഘട്ടത്തിൽ കർഷക ജനത എന്നാണ് നമ്മളെ വിശേഷിപ്പിച്ചിരുന്നത്. കർഷകരെന്നുള്ള ലേബൽ നമുക്ക് നഷ്ടപ്പെടാനായി പോവുകയാണ്. നമ്മുടെ ഒരു സാധനവും നമുക്കിനി കാർഷിക വൃത്തിയായി നമുക്ക് നിർവഹിക്കാൻ സാധിക്കില്ല. തെങ്ങ് വെച്ചാല് അത് പിന്നെ ആന കൊണ്ടുപോകും. നമ്മുടെ സേന വെച്ച് പിടിപ്പിച്ചാൽ അത് കാട്ടുപന്നി കൊണ്ടുപോകും. ഇല്ലെങ്കിൽ പിന്നെ അടക്കിയോ മറ്റു സാധനങ്ങളോ വെച്ച് പിടിപ്പിച്ചാൽ അത് ആന നശിപ്പിക്കും. ഇല്ലെങ്കിൽ തേങ്ങ കാട്ടുകുരങ്ങ് കൊണ്ടുപോകും. അങ്ങനെ കപ്പ പിന്നെ മുള്ളപ്പന്നി കൊണ്ടുപോകും. പിന്നെ നമ്മളെങ്ങനെ കാർഷിക വൃത്തി പിന്നെ തുടരും. നമ്മൾ ഇന്ന് ഈ സായനത്തിൽ ഇവിടെ ഈ മണിക്കടവിൽ ഒരുമിച്ച് ചേരുമ്പോൾ ഇത് വലിയ ഒരു ജനകീയ പ്രശ്നമാണ്. നമ്മുടെ പ്രദേശത്ത് ആനകൾ 5-6 ആനകൾ നമ്മളെ പോലെ തന്നെ തിങ്ങിപ്പാർത്തി നിൽക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇതിനൊരു പ്രതിസന്ധി നിർണയിക്കേണ്ടത് ആരാണ്? ഈ അടുത്തിടെ നമ്മുടെ സ്കൂൾ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി പഞ്ചായത്തില് 4 ലക്ഷം രൂപ ടാക്സ് ഇനത്തിൽ ഞാൻ കെട്ടിവെച്ചവരാണ്. 4 ലക്ഷം രൂപ. നമുക്കറിയാവുന്ന ഇപ്പോ കേരള ഗവൺമെന്റ് ഭവന നിർമ്മാണങ്ങൾക്ക് വേണ്ടി എത്ര ഇരട്ടിയാണ് നികുതി വർധനവ് വരുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് അറിവുള്ള കാര്യമാണ്. നമ്മൾ കുടിക്കുന്ന ഓരോ കുപ്പി വെള്ളത്തിന്, ഇല്ലെങ്കിൽ പെട്രോളിന്, ഡീസലിന്, പാചകവാതകത്തിന് എന്ന് തുടങ്ങി നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിന് വരെ എത്രയോ ഇരട്ടിയായി ഗവൺമെന്റുകൾ അതിന്റെ നികുതി വർദ്ധിപ്പിക്കുന്നു. പലപ്പോഴും ഈ നികുതി വർധനവിന്റെ ഏതെങ്കിലും ഗുണം ഇത് പങ്കുവെച്ച് നൽകുന്ന എല്ലാ വർഷവും അത് കൃത്യമായി അടച്ചു ചേർക്കുന്ന നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് കിട്ടാറുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മൾ ഇത് ആരോടാണ് പറയേണ്ടത്? നമ്മൾ എല്ലാ 5 വർഷം കൂടുമ്പോഴും നമ്മുടെ ഇടയിൽ നിന്ന് തെരഞ്ഞെടുത്ത് വിടുന്ന ജനപ്രതിനിധികളായ സഹോദരങ്ങളോട് ഇത് പറയുന്നില്ലേ? നമ്മുടെ ഈ നാട്ടിലെ ജനപ്രതിനിധികളായ സഹോദരങ്ങളോട് നമ്മൾ ഇത് പറയുന്നില്ലേ? അവരെന്താണ് ഇത് കാണാത്തത്? എന്താണ് ഇത് കേൾക്കാത്തത്? ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിന് ഈ മണിക്കടവിന്റെ പ്രദേശത്ത് ആനപ്പാറ ഭാഗത്ത് പയ്യാവൂരിന്റെ ബാക്കിയായി വെറും 900 മീറ്റർ മാത്രമേ ആനവേലി കെട്ടാറുള്ളൂ എന്നത് നമുക്കറിയാവുന്ന കാര്യമല്ലേ? ഈ 900 മീറ്റർ കെട്ടാൻ 10 ലക്ഷത്തിൽ താഴെ രൂപ മാത്രം മതിയെന്നാണ് ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ആനവേലി കെട്ടാൻ എന്തുകൊണ്ടാണ് ഒരു പഞ്ചായത്തിനോ, ഒരു ജില്ലാ ഭരണകൂടത്തിനോ, ഒരു ബ്ലോക്ക് പഞ്ചായത്തിനോ, കേരള ഗവൺമെന്റിനോ, ഇല്ലെങ്കിൽ കലക്ടർ അടങ്ങുന്ന സമിതിക്കോ, ഇല്ലെങ്കിൽ ഇവിടെ ആയിരിക്കുന്ന കേരള ഗവൺമെന്റ് വിവിധങ്ങളായ വനം വകുപ്പിനോ മറ്റേതെങ്കിലും വകുപ്പിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യം. നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ്. ഫിലിപ്പിച്ച് ചോദിച്ച ചോദ്യം അർത്ഥവത്തായ ചോദ്യമാണ്. കാരണം ഈ നമ്മൾ ഓരോ 5 വർഷം കൂടുമ്പോഴും നമ്മുടെ കൈപ്പത്തിയില് നീലപക്ഷ പുരട്ടാൻ മാത്രമുള്ള അടിമകളാണോ നമ്മളെ പരിശോധിക്കണം. കാലാകാലങ്ങളെ വർഷം തോറും നമ്മൾ നികുതി അടച്ചു തീർക്കുമ്പോൾ ഈ നികുതി പണം നമ്മുടെ സ്വത്തിനും ജീവനും ഉപയോഗപ്പെടുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ നികുതി അടയ്ക്കുന്നത് എന്നത് നമ്മൾ ആത്മപരിശോധന ചെയ്യേണ്ട കാര്യമാണ്.
പ്രിയപ്പെട്ടവരെ, നമ്മൾ കണക്കുകൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാണ്. ഏറ്റവും കൂടുതൽ ഈ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ദീപിക സംസാരിക്കാറുണ്ട്. ദീപിക സംസാരിക്കുന്ന പോട്ടെ, നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ദീപിക കർഷകരുടെയും കത്തോലിക്കരുടെയും പത്രമാണ്. അതുകൊണ്ട് ദീപിക ഈ കർഷകരോട് ക്രൈസ്തവ സഹോദരങ്ങളുടെ സ്നേഹത്തെ പ്രതി എഴുതുന്ന, ഞാൻ സമകാലിക മലയാളം എന്ന ഇന്ത്യൻ എക്സ്പ്രസിന്റെ വാരിക ആഴ്ചതോറും വായിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ 2-3 ആഴ്ചകൾക്ക് മുമ്പ് സമകാലിക മലയാളം പറയുകയുണ്ടായി, 11,000 ഹെക്ടർ ഭൂമിയാണ് കേരള ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് വനവുമായി ബന്ധപ്പെട്ട് ഉള്ളത്. 11,000 ഹെക്ടർ ഭൂമി സംരക്ഷിക്കാനായി ഇവിടെ ആയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം 11,000 ഉദ്യോഗസ്ഥന്മാരാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥന് 1 ഹെക്ടർ ഭൂമി, 2.5 ഏക്കർ ഭൂമി, അത് അവിടെയുള്ള വന്യമൃഗങ്ങളുടെ ആളുകളെ ആക്രമിക്കുന്നതിൽ നിന്നോ ഈ വന്യമൃഗങ്ങളെ ഭൂമിയിലേക്ക് ഇറക്കുന്നതിൽ നിന്നോ പരീക്ഷ നൽകിയാൽ മതി. കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ ഏകദേശം 180 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നല്ലോ, 180 കോടി രൂപയോളമാണ് കേരള ഗവൺമെന്റിന് കേന്ദ്ര ഗവൺമെന്റ് പങ്കുവെച്ച് നൽകിയിട്ടുള്ളത്. അതിന്റെ അകത്ത് വരെ 57 കോടി രൂപ മാത്രം മതി കേരളത്തിലായിരിക്കുന്ന വ്യക്തികൾക്ക്, അപകടത്തിൽപ്പെടുന്നവരേക്കോ ഇല്ലെങ്കിൽ മൃഗങ്ങളുടെ ആക്രമണം മൂലം കൊല ചെയ്യപ്പെടുന്നവർക്കോ പങ്കുവെച്ച് കൊടുക്കാനായി. 1400 ആളുകൾ കൊല ചെയ്യപ്പെട്ടു 10-15 കൊല്ലം കൊണ്ട്, ഇല്ലെങ്കിൽ 1000 പേർ കഴിഞ്ഞുപോയ 8 വർഷം കൊണ്ട് കൊല ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ വാർത്താ മാധ്യമങ്ങൾ വായിക്കുമ്പോൾ ഇതൊരു നിസ്സാരമായ ഒരു കാര്യമാണ്. നാളെ ഈ ആക്രമണം എന്റെയും നിങ്ങളുടെയും നേരെ വരാനുള്ള ഒരു ആക്രമണമാണ്. നമുക്കറിയാമ്പോൾ ഇവിടെ രാത്രി കാലങ്ങളിൽ കടയടച്ചു പോകുന്ന ആളുകളുണ്ട്. ഞാൻ ഈ പള്ളിമുറ്റത്ത് നിന്ന് സ്ഥിരമായി കാണുന്ന കാഴ്ചയാണ്. ഇവിടെ ആളുകൾ രാത്രി 9 മണി കഴിഞ്ഞ് നടന്നു പോകുന്ന ആളുകൾ. എനിക്ക് പല പ്രദേശങ്ങളിൽ ഇവിടെ നിന്ന് ഈ പള്ളിയുടെ ഗേറ്റിങ്ങിലൂടെ ക്യാമറയിൽ നിന്ന് കാണാം. ആളുകൾ രാത്രി ഇവിടെ വന്ന് വണ്ടി പിടിച്ച് കാഞ്ഞിരപ്പള്ളിക്ക് സാധ്യതകളൊക്കെ പോകാൻ വേണ്ടി ഓട്ടോറിക്ഷ തേടി വരുന്ന കാഴ്ചയൊക്കെ ഞാൻ കാണുന്ന കാഴ്ചയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്ത് സുരക്ഷിതത്വമാണുള്ളത്? നമുക്കറിയാം, അല്പസമയം അല്പദൂരം യാത്ര ചെയ്താൽ ഈ കാഞ്ഞിരപ്പള്ളിയുടെയും ശാന്തി നഗറിന്റെയും ഫോറസ്റ്റ് ഏരിയയിലേക്ക് നമ്മൾ പ്രവേശിക്കും. പാടാങ്കവല ഭാഗത്തെ ഫോറസ്റ്റിലേക്ക് നമ്മൾ പ്രവേശിക്കും. ഈ ഭാഗത്തെ ഫോറസ്റ്റ് പ്രദേശത്ത് മണിക്കടവിന് 1/2 കിലോമീറ്റർ പോലും വ്യത്യാസമില്ല ഫോറസ്റ്റ് ഏരിയയുമായിട്ട്. ഈ സ്ഥലങ്ങളിൽ ജനങ്ങളുടെ ആവാസ വ്യവസ്ഥിതിക്ക് നമ്മൾ പലപ്പോഴും പറയുന്നത് മൃഗത്തിന്റെ ആവാസ വ്യവസ്ഥിതി എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരായ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഈ ഉദ്യോഗസ്ഥന്മാരെ ചിലപ്പോ ചില സാഹചര്യങ്ങളിലെ രാഷ്ട്രീയക്കാർ ചിലപ്പോ ആമ്പളാരി പിതാവിന്റെ ഭാഷയെ പറഞ്ഞ കാണ്ടാമൃഗത്തെക്കാൾ കട്ടികൂടിയ തോടുകളും ഉള്ള ചില രാഷ്ട്രീയ വ്യക്തികളെയും ചിലപ്പോ കൊണ്ടുവന്ന് ഇവിടെ പാർപ്പിക്കണമെന്ന് ഇവരെയും മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയെ മനസ്സിലാക്കി കൊടുക്കണമെന്ന് തോന്നുന്നു. നമുക്ക് ഈ അവസരത്തിൽ ഈ സായാഹ്നത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ ഇതിന്റെ പ്രതിസന്ധിയെ പറ്റി മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ മുറവിളി ഗവൺമെന്റിന്റെ അടുക്കൽ ഇല്ലെങ്കിൽ നമ്മുടെ ജനപ്രതിനിധികളുടെ അടുക്കൽ എത്തിക്കുകയും ചെയ്യും. ഈ സായാഹ്ന സദസ്സ് ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾ കുറെ പേരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, ഈ മണിക്കടവിന്റെ ഈ ഭാഗത്ത് നമ്മൾ ഇത്രയും പേര് ഒരുമിച്ച് ചേർന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? നമ്മൾ പലപ്പോഴും നിശബ്ദരാകുന്നത് കൊണ്ടാണ്. നമ്മൾ പലപ്പോഴും ഈ കർഷകരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കുള്ളതെല്ലാം വല്ലവരും കൊണ്ടുവന്ന് തരും, ഞാൻ അന്ന് ചവച്ച് തിന്നാ മാത്രം മതി എന്ന് കരുതുന്നവരാണ് കർഷകരായിട്ടുള്ള വ്യക്തി. നമ്മളെ സംബന്ധിച്ച് ഇതൊന്നും നമ്മൾ പറയാറുണ്ട്, പോരാട്ടങ്ങൾ ഒരു ആദ്യത്തെ ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രം, തൃശ്ശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട്. ഇനി അടുത്ത പടി എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ ഞങ്ങൾ നാട്ടിൽ നിർത്തും. എന്നെ കേൾക്കുന്ന വാർത്താ മാധ്യമങ്ങളുണ്ടല്ലോ, ഇവിടെയുള്ള കുഞ്ഞുങ്ങൾ ഈ വിദ്യാലയത്തിൽ 2000-ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഞാൻ ഈ ക്ലാസ്സുകളിലൂടെ കുട്ടികളെ എടുത്ത് ചെല്ലുമ്പോൾ ചില കുട്ടികൾ എന്റെ അടുക്കൽ വന്ന് എന്നെ അവരുടെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പ്രത്യേകിച്ച് ഈ ശാന്തിനഗർ, കാഞ്ഞിരപ്പള്ളി ഈ മലമടക്കളുള്ള കുഞ്ഞുങ്ങളുടെ മുഖം കാണുമ്പോൾ മനസ്സിലാവും. അവര് പലതരത്തിലുള്ള ഭീതിക്ക് വിധേയമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പല ഭീതി. ആന വീടിന് പുറകെ വന്ന് നിൽക്കുന്ന ഏതെങ്കിലും ഒരു കൊച്ചിന് ശാന്തതയോടെ പഠിക്കാൻ പറ്റും? ഇവിടെ കൗൺസിലിംഗ് കൊടുക്കണമെന്ന് നിരന്തരമായി അധ്യാപകരോട് ഗവൺമെന്റ് ആവശ്യപ്പെടാറുണ്ട്. മൃഗങ്ങൾ ഭീതി വിലച്ച സാഹചര്യത്തിൽ ഹൃദയം നുറുങ്ങിപ്പോയ കുഞ്ഞുങ്ങളെ ദിനം പ്രതി കൗൺസിലിംഗിന് വിധേയമാക്കേണ്ട സാഹചര്യങ്ങളാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് ഈ ഒരു പ്രതിസന്ധി ഏതാനും കുഞ്ഞുങ്ങളുടെയോ വ്യക്തികളുടെ പ്രതിസന്ധി ആക്കരുതെന്നാണ് എനിക്ക് പറയാം. ഇതൊരു നിയമ തടസ്സം ഉണ്ടാക്കുന്ന കാര്യമാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഈ പ്രതിസന്ധി തുടർന്നാൽ ആനയെ ഇനി മേലാൽ ഇവിടെയുള്ള ആളുകൾ പടക്കം പൊട്ടിച്ച് ആനയെ വീണ്ടും മൈസൂർ ഫോറസ്റ്റിലേക്കാണ് കയറ്റിവിടുന്നത്. ദൈവീക സഹോദരങ്ങളെ, ആനയെ മൈസൂർ ഫോറസ്റ്റിലേക്കല്ല കയറ്റിവിടേണ്ടത്, നേരെ തിരിച്ച് അതിന് ഇങ്ങോട്ട്
ഈ ഉളിക്കൽ, ഇരിട്ടി, തലശ്ശേരി, കണ്ണൂര്, കോഴിക്കോട്, അങ്ങനെ നമ്മുടെ ഈ വളർത്ത ആനകളെ നാട്ടാനകളാക്കി മാറ്റിയെടുക്കും. ഇതേ നമുക്ക് തിരുവനന്തപുരത്ത് കൊണ്ടേ കൊടുക്കണം. അല്ല, നമ്മൾക്ക് എന്തിനാണ് ഈ ആനകളെ തിരിച്ച് ഈ കർണാടക ഫോറസ്റ്റിൽ കൊണ്ടേ കൊടുക്കാൻ? നമ്മൾ തന്നെ ഇതേ പിന്നെ നമുക്കൊരു വിവരം ബോധമില്ലാത്തതുകൊണ്ട് ഇതിനിങ്ങനെ നടക്കും. അപ്പോഴാണ് പയ്യെ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ഈ വാർത്താ മാധ്യമങ്ങൾ, A1 ചാനലോ, ഏഷ്യാനെറ്റോ, സൂര്യ, ഏതൊക്കെ ചാനൽ, ഇവന്മാരെല്ലാം ഇതിന്റെ പുറകെ, ആനയുടെ പുറകെ അതിന്റെ പിണ്ടവിടുന്നത് നോക്കി. പണ്ട് പിന്നെ ചൈനയില് ഈ പിന്നെ ഒരു 10-12 ആന പിന്നെ ഷാങ്ഹായിന്നോ എവിടെ നിന്ന് ഇറങ്ങി നടന്ന വാർത്ത വായിച്ച ലോകം മുഴുവൻ കണ്ട കാഴ്ച എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ആനകളെ തിരുവനന്തപുരത്തേക്ക് നടത്തി. രണ്ടാമത്തെ കാര്യം, ഈ ചെറിയ ആനവിനെ പോട്ട്, ഈ ചെറുകിട സാധനങ്ങളുണ്ട്, ഈ മുള്ളം പന്നി, കാട്ടുപന്നി, അല്ലെ, ഇങ്ങനെയുള്ള സാധനം. ഇതിന് ഈ അടുത്ത നാളുകളിലൊക്കെയാണ് ഇങ്ങനെ തുറന്നു നടക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തത്. അത് നമ്മൾ തന്നെയാണ് കാരണക്കാർ. ഈ സാധനത്തിൽ ഒന്നും പണ്ട് ആളുകൾ ഇങ്ങനെ ദീർഘകാലം അതിന്റെ ആയുസ് മുറ്റുന്നോടും വരെ ജീവിക്കാനായി അതിനെ അനുവദിക്കാറില്ലായിരുന്നു. നമുക്ക് ഈ മീശ വെച്ചിട്ടുള്ള ചേട്ടന്മാർക്ക് അറിയാവുന്ന കാര്യമല്ലേ. ഇതിനെയൊക്കെ വേണ്ട രീതിയിൽ സ്നേഹത്തോടെ അതിനെ കൈകാര്യം ചെയ്യണം. ഇതിനെ ഈ മണ്ണെണ്ണ ഒഴിച്ച് മാത്രമൊന്നുമല്ല ഇതിനെ കത്തിക്കാൻ പറ്റും. ഇതിനെ ഇങ്ങനെ ആളുകൾക്ക് ഈ ഗവൺമെന്റ് നമ്മുടെയൊക്കെ തെറ്റിദ്ധാരണ മണ്ണെണ്ണ ഒഴിച്ചതിനൊക്കെ. എവിടെ മണ്ണെണ്ണയ്ക്ക് എന്നാ വില? 150 രൂപയും കേട്ടോ മണ്ണെണ്ണയ്ക്ക് വേണം. ഇതെന്തിനാ നമ്മൾ വേസ്റ്റ് ആക്കുന്നത്? ഈ വന്യമൃഗങ്ങൾക്ക് വേണ്ടി മണ്ണെണ്ണ വേസ്റ്റ് ആക്കുന്നത് നമ്മളാരാണ്? ഇതിനെ തുടർന്നാൽ ഈ വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പറമ്പിൽ കയറിയ മൃഗങ്ങളെല്ലാം ഞങ്ങളുടെ വളർത്തു മൃഗങ്ങളാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയും അതിനെ ഞങ്ങൾ വേണ്ട രീതിയിൽ സ്നേഹത്തോടെ വളർത്തുകയോ കൊല്ലുകയോ ചെയ്യും.